ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഹരി ഓം. ധ്യാനിക്കുന്നു ഞാനമ്മേ ഭഗവദ്ഗീതേ 18 അധ്യായങ്ങളിൽ വിലസുന്ന ദേവി. ഭഗവാൻ നാരായണൻ സ്വയം അർജുനനായി ഉപദേശിച്ചതാമൃതമൊഴിയേ ഭവനാശിനി അദ്വൈതാമൃതം പൊഴിച്ചു വിരാജിക്കും ഭഗവതി. വ്യാസമുനി മഹാഭാരതമധ്യേ വിരചിച്ചു വിജയിച്ചതാം അക്ഷരദേവതേ ബോധപ്രകാശിനി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദവഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. യാതൊരു ദേവന്റെ കൃപയാൽ മൂകൻ വാഗ്മിയാകുന്നുവോ, മുടന്തനും വന്മല കയറാൻ പ്രാപ്തനാകുന്നുവോ, പരമാനന്ദത്തിൻ ഉറവയാകുമാ മാധവനെ വന്ദിക്കുന്നു ഞാൻ. ബ്രഹ്മാവും വരുണനും ഇന്ദ്രരുദ്രമരുത്തുക്കളും ദിവ്യസ്തോത്രങ്ങളാൽ ആരെ സ്തുതിക്കുന്നുവോ, വേദാംഗങ്ങൾ പദക്രമങ്ങൾ ഉപനിഷത്തുകൾ എല്ലാം സമ്യക്കായി ചേർത്തു വേദമന്ത്രങ്ങളാൽ സാമഗായക വൃന്ദമാരെ പ്രകീർത്തിക്കുന്നുവോ, യോഗനിഷ്ഠർ ധ്യാനദൃഷ്ടിയുറപ്പിച്ചാരെ കാണുന്നുവോ, ദേവാസുരഗണങ്ങൾ ആരുടെ മഹിമയറിയുന്നില്ലയോ. ആ ദേവദേവനായിതാ നമസ്കാരം എൻ വന്ദനം. ദേവദേവനായിതാ നമസ്കാരം എൻ വന്ദനം. ഓം. ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം. ശ്രീ ഭഗവാൻ ഉവാച: ഇമം വിവസ്വദേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരുക്ഷ്വാഗവേ ബ്രവീത്. ഹരി ഓം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഇതുവരെ ഞാൻ വിവരിച്ച വേദവിദ്യാപ്രോക്തമാം നാശമില്ലാത്തതാമീ യോഗവിദ്യയെ ഞാനാദ്യം തന്നെ സൂര്യദേവൻ ഉപദേശിച്ചു നൽകി. സൂര്യൻ അതു പിന്നെ വൈവസ്വതനാം മനുവിനുപദേശിച്ചുവെന്നറിയുക. മനുവോ വേദരഹസ്യമാകുമീ വിദ്യയെ ഇക്ഷ്വാകുവിനും പകർന്നു നൽകി. ഒന്നുകൂടെ വായിക്കാം. ഇതുവരെ ഞാൻ വിവരിച്ചതാം വേദവിദ്യാപ്രോക്തമാം നാശമില്ലാത്തതാം യോഗവിദ്യയെ ഞാൻ ആദ്യം തന്നെ സൂര്യനുപദേശിച്ചു നൽകി. സൂര്യൻ അതു പിന്നെ വൈവസ്വതനാം മനുവിനുപദേശിച്ചു എന്നറിയുക. മനുവോ വേദരഹസ്യമാകും ഈ വിദ്യയെ
ഇക്ഷ്വാകുവിനും പകർന്നു നൽകി. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേ നേഹ മഹദാ യോഗോ നഷ്ടഃ പരം തപ. ഹേ ശത്രുതാപകനാമർജുന, പണ്ടേ രാജർഷികൾക്കിടയിൽ പരമ്പരയാ കിട്ടിയതാകുമീ യോഗവിദ്യ കാലക്രമത്തിൽ നഷ്ടമായി. വേദോക്തമാകും കർമ്മയോഗം ആധ്യാത്മികം, അതു സനാതനം. നീണ്ടകാല പ്രയാണക്കെടുതിയിൽ പെട്ടത് മറന്നേ പോയി മനുഷ്യകുലം. ഹേ ശത്രുതാപകനാമർജുന, പണ്ടേ രാജർഷികൾക്കിടയിൽ പരമ്പരയാ കിട്ടിയതാകുമീ യോഗവിദ്യ കാലക്രമത്തിൽ നഷ്ടമായി. വേദോക്തമാകും കർമ്മയോഗം ആധ്യാത്മികം, അതു സനാതനം. നീണ്ടകാല പ്രയാണക്കെടുതിയിൽ പെട്ട് അതു മറന്നേ പോയി മനുഷ്യകുലം. സ ഏവായം മയാ തേദ്യ യോഗപ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. നീ എൻ സഖാവും ഭക്തനുമാണതിനാൽ നിനക്കായി ഞാൻ പറഞ്ഞു തന്നു ഇപ്പോൾ ഈ യോഗമാർഗത്തിൻ രഹസ്യങ്ങളെല്ലാം. ഏറെ പുരാതനമാണീ യോഗവിദ്യ, ഏറെ പുരാതനമാണീ യോഗവിദ്യ, അതീവ രഹസ്യമാണിത്. നിനക്കെന്നും ആചരിക്കാൻ ഇതേറെ ഉത്തമമെന്നറിഞ്ഞാലും. നീ എൻ സഖാവും ഭക്തനുമാണതിനാൽ നിനക്കായി ഞാൻ പറഞ്ഞു തന്നു ഇപ്പോൾ ഈ യോഗമാർഗത്തിൻ രഹസ്യങ്ങളെല്ലാം. ഏറെ പുരാതനമാണീ യോഗവിദ്യ, അതീവ രഹസ്യമാണിത്. നിനക്കെന്നും ആചരിക്കാൻ ഇതേറെ ഉത്തമമെന്നറിഞ്ഞാലും. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ്വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. അർജുനൻ ചോദിച്ചു, അങ്ങിപ്പോൾ ഇവിടെയാണല്ലോ ജന്മം കൊണ്ടിരിക്കുന്നത്. സൂര്യനോ പണ്ടേ നിലനിൽക്കുന്ന പ്രതിഭാസമല്ലയോ? അതിപുരാതനനായ സൂര്യനായ അങ്ങീ യോഗവിദ്യ ഉപദേശിച്ചുവെന്നു പറഞ്ഞാൽ എങ്ങനെ ഞാനതു മനസ്സിലാക്കണം? കൃഷ്ണൻ ഇപ്പോൾ എന്നോടൊപ്പം ജീവിച്ചിരിക്കുന്നവൻ എങ്ങനെ ഭൂമിക്കും മുൻപേയുണ്ടായ സൂര്യന് ഉപദേശിക്കുവാൻ? അങ്ങിപ്പോൾ ഇവിടെയാണല്ലോ ജന്മം കൊണ്ടിരിക്കുന്നത്. സൂര്യനോ പണ്ടേ നിലനിൽക്കുന്ന പ്രതിഭാസമല്ലയോ? അതിപുരാതനനായ സൂര്യനായ അങ്ങീ യോഗവിദ്യ ഉപദേശിച്ചുവെന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാനതു മനസ്സിലാക്കണം? കൃഷ്ണൻ ഇപ്പോൾ എന്നോടൊപ്പം ജീവിച്ചിരിക്കുന്നവൻ എങ്ങനെ ഭൂമിക്കും മുൻപേയുണ്ടായ സൂര്യനെ ഉപദേശിക്കുവാൻ? ശ്രീഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി ന ത്വം വേദ്ധ പരം തവ. ശ്രീ ഭഗവാൻ പറഞ്ഞു, എനിക്കും നിനക്കും ജന്മങ്ങൾ അനേകമുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അനേകായിരം ജന്മങ്ങൾ താണ്ടണമീ മർത്യജന്മം ലഭിക്കുവാൻ. ഞാൻ ആ ജന്മങ്ങളെപ്പറ്റിയെല്ലാം നന്നായി അറിയുന്നു അർജുന. എന്നാൽ ഈ ജീവഭാവത്തിൽ നീ അവയെപ്പറ്റിയൊന്നും അറിയുന്നില്ല ഇപ്പോൾ. എനിക്കും നിനക്കും ജന്മങ്ങൾ അനേകമുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അനേകായിരം ജന്മങ്ങൾ താണ്ടണം ഈ മർത്യജന്മം ലഭിക്കുവാൻ.
ഞാൻ ആ ജന്മങ്ങളെപ്പറ്റിയെല്ലാം നന്നായറിയുന്നു അർജുന. എന്നാൽ ഈ ജീവഭാവത്തിൽ നീ അവയെപ്പറ്റിയൊന്നും അറിയുന്നില്ല ഇപ്പോൾ. അജോപി സന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. ഞാനാണെല്ലാ ജീവജാലങ്ങൾക്കുമുള്ളോരീശ്വരനെങ്കിലും ഒരിക്കലും ജനിച്ചിട്ടില്ലാത്തവനാണ് ഞാൻ, നാശമില്ലാത്തവൻ. എനിക്കില്ല നാശമൊരിക്കലുമെങ്കിലും ഞാനും എടുക്കുന്നു സ്വേച്ഛയാ അനേകം ജന്മങ്ങൾ, പ്രകൃതിയെ എൻ വശത്താക്കി സ്വമായയാ. ഞാനാണെല്ലാ ജീവജാലങ്ങൾക്കുമുള്ളോരീശ്വരനെങ്കിലും ഒരിക്കലും ജനിച്ചിട്ടില്ലാത്തവനാണ് ഞാൻ, നാശമില്ലാത്തവൻ. എനിക്കില്ല നാശമൊരിക്കലുമെങ്കിലും ഞാനും എടുക്കുന്നു സ്വച്ഛയാ അനേകം ജന്മങ്ങൾ, പ്രകൃതിയെ എൻ വശത്താക്കി സ്വമായയാ. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അർജുന, എപ്പോഴൊക്കെ ധർമ്മത്തിനപജയം ഭവിക്കുന്നുവോ, സമൂഹത്തിൽ അധർമ്മത്തിനേറെ ഉയർച്ചയുണ്ടാവുന്നുവോ, അപ്പോഴൊക്കെ ദേഹമെടുത്തു ഞാൻ അവതരിക്കുന്നു സ്വമേധയാ. സനാതനമാകും ഉത്കൃഷ്ടമൂല്യങ്ങൾക്ക് ച്യുതിയുണ്ടായി ലോകം അന്ധകാരാവൃതമായി മാറുമ്പോൾ ഞാൻ അവതരിക്കുന്നു സ്വേച്ഛയാ. അർജുന, എപ്പോഴൊക്കെ ധർമ്മത്തിനപജയം ഭവിക്കുന്നുവോ, സമൂഹത്തിൽ അധർമ്മത്തിനേറെ ഉയർച്ചയുണ്ടാവുന്നുവോ, അപ്പോഴൊക്കെ ദേഹമെടുത്തു ഞാൻ അവതരിക്കുന്നു സ്വമേധയാ. സനാതനമാകും ഉത്കൃഷ്ടമൂല്യങ്ങൾക്ക് ച്യുതിയുണ്ടായി ലോകമന്ധകാരാവൃതമായി മാറുമ്പോൾ ഞാൻ അവതരിക്കുന്നു സ്വേച്ഛയാ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഞാൻ അവതരിക്കുന്നു യുഗം തോറും ധർമ്മം പുനഃസ്ഥാപിക്കുവാനായും സജ്ജനങ്ങൾക്കു രക്ഷയേകുവാനും ദുർജനങ്ങളെ നശിപ്പിക്കുവാനും. നിസ്വാർത്ഥമായി സജ്ജന സേവനം ചെയ്യാൻ ഇച്ഛയോടെ പരമ്പൊരുൾ നിയതങ്ങളാം ജന്മങ്ങളെടുക്കുന്നു, ദുർജന വിനാശവും നടപ്പിലാക്കുന്നു. ഞാൻ അവതരിക്കുന്നു യുഗം തോറും ധർമ്മം പുനഃസ്ഥാപിക്കുവാനായും സജ്ജനങ്ങൾക്കു രക്ഷയേകുവാനും ദുർജനങ്ങളെ നശിപ്പിക്കുവാനും. നിസ്വാർത്ഥമായി സജ്ജന സേവനം ചെയ്യാൻ ഇച്ഛയോടെ പരമ്പൊരുൾ നിയതങ്ങളാം ജന്മങ്ങൾ എടുക്കുന്നു, ദുർജന വിനാശവും നടപ്പിലാക്കുന്നു. ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. ഏവമിങ്ങിനെ എൻ ദിവ്യജന്മവും യോഗവും തത്വത്തിലാരൊരാളറിയുന്നു, അയാൾക്കില്ലിനിയൊരു ജന്മം സ്വദേഹം ത്യജിക്കിലും. കേട്ടാലും അർജുന, അയാളൊടുവിൽ എന്നിൽ തന്നെ വന്നു ചേരുന്നു. വിശുദ്ധ സങ്കൽപ്പങ്ങളേകുന്നു ദിവ്യാനുഭൂതി, അതുതന്നെ ഭഗവത് പദം. ഏവമിങ്ങിനെ എൻ ജന്മവും യോഗവും തത്വത്തിലാരൊരാളറിയുന്നു, അയാൾക്കില്ലിനിയൊരു ജന്മം സ്വദേഹം ത്യജിക്കിലും. കേട്ടാലും അർജുന, അയാളൊടുവിൽ എന്നിൽ തന്നെ വന്നു ചേരുന്നു. വിശുദ്ധ സങ്കൽപ്പങ്ങളേകുന്നു ദിവ്യാനുഭൂതി, അതുതന്നെ ഭഗവത് പദം. വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിതാഃ
ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതാഃ. രാഗഭയക്രോധങ്ങളാൽ ബാധിക്കപ്പെടാതെ തന്നെ രാഗഭയക്രോധങ്ങളാൽ ബാധിക്കപ്പെടാതെ എന്നെ സമാശ്രയിച്ച് എന്നിൽ മാത്രം ശ്രദ്ധയർപ്പിച്ച് ജ്ഞാനതപസ്സനുഷ്ഠിച്ച് എത്രയോ സാധകർ നിർമ്മലരായി എന്നിൽ ചേർന്നു സായൂജ്യമടഞ്ഞിരിക്കുന്നു. അവരെല്ലാമൻ ഭാവമാർന്ന ആത്മസാക്ഷാത്കാരം നേടിയോർ, കർമ്മയോഗത്താൽ രാഗഭയക്രോധങ്ങളില്ലാതാക്കി, അല്ലെങ്കിൽ ഭക്തിയോഗത്താൽ സമർപ്പണം ചെയ്തു ഭഗവാനെ സമാശ്രയിച്ച് ജ്ഞാനമാർഗത്താൽ മനസ്സിനെ ബുദ്ധിയാൽ നിയന്ത്രിച്ച് 3 യോഗമാർഗത്തിനാലും ഭഗവത് പദമണയുന്നതിനുള്ള മാർഗങ്ങൾ കാട്ടിത്തരുന്നു സ്വജീവിതം കൊണ്ടു മഹാത്മാക്കളും. രാഗഭയക്രോധങ്ങളാൽ ബാധിക്കപ്പെടാതെ എന്നെ സമാശ്രയിച്ച് എന്നിൽ മാത്രം ശ്രദ്ധയർപ്പിച്ച് ജ്ഞാനതപസ്സനുഷ്ഠിച്ച് എത്രയോ സാധകർ നിർമ്മലരായ എന്നിൽ ചേർന്നു സായൂജ്യമടഞ്ഞിരിക്കുന്നു. അവരെല്ലാം എൻ ഭാവമാർന്ന ആത്മസാക്ഷാത്കാരം നേടിയോർ, കർമ്മയോഗത്താൽ രാഗഭയക്രോധങ്ങളില്ലാതാക്കി, അല്ലെങ്കിൽ ഭക്തിയോഗത്താൽ സമർപ്പണം ചെയ്തു ഭഗവാനെ സമാശ്രയിച്ച് ജ്ഞാനമാർഗത്താൽ മനസ്സിനെ ബുദ്ധിയാൽ നിയന്ത്രിച്ച് 3 യോഗമാർഗത്തിനാലും ഭഗവത് പദമണയുന്നതിനുള്ള മാർഗങ്ങൾ കാട്ടിത്തരുന്നു സ്വജീവിതം കൊണ്ടു മഹാത്മാക്കളും. യേ യഥാ മാം പ്രപദ്യന്തെ താംസ്തഥൈവ ഭജാമ്യഹം. മമ പത്മാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ. എനിക്കില്ല ഒന്നിലും ആരോടും രാഗദ്വേഷഭാവങ്ങൾ. അതിനാൽ എങ്ങനെ ആരൊരാൾ എന്നെ ഭജിക്കുന്നുവോ അതേ രീതിയിൽ ഞാൻ അത് സ്വീകരിച്ചവരെ അനുഗ്രഹിക്കുന്നു അർജുന. എല്ലാവിധത്തിലും മാനുഷരെല്ലാം എന്നെ പിന്തുടർന്നു കർമ്മമാർഗത്തിൽ മുന്നോട്ടു പോവുകയും ചെയ്യുന്നുവല്ലോ. സർവപ്രഭാവങ്ങൾക്കും ഇരിപ്പിടമാകും പരമ്പൊരുൾ നൽകി നമുക്കായതിൻ പ്രഭാവത്തിൽ മുന്നേറുവാൻ ബുദ്ധിയും വസ്തുക്കളും. എനിക്കില്ല ഒന്നിലും ആരോടും രാഗദ്വേഷഭാവങ്ങൾ. അതിനാൽ എങ്ങനെയാരൊരാൾ എന്നെ ഭജിക്കുന്നുവോ അതേ രീതിയിൽ ഞാൻ അത് സ്വീകരിച്ചവരെ അനുഗ്രഹിക്കുന്നു അർജുന. എല്ലാവിധത്തിലും മാനുഷരെല്ലാം എന്നെ പിന്തുടർന്നു കർമ്മമാർഗത്തിൽ മുന്നോട്ടു പോവുകയും ചെയ്യുന്നുവല്ലോ. സർവപ്രഭാവങ്ങൾക്കും ഇരിപ്പിടമാകും പരമ്പൊരുൾ നൽകി നമുക്കായതിൻ പ്രഭാവത്തിൽ മുന്നേറുവാൻ ബുദ്ധിയും വസ്തുക്കളും. കാംക്ഷന്തഃ കർമ്മണാം സിദ്ധിം യജന്തൈഹ ദേവതാഃ. ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാ. ഇഹലോകത്ത് കർമ്മഫലമുടൻ ലഭിക്കുവാനായി മനുഷ്യലോകം ദേവതകളാം ഇന്ദ്രിയങ്ങളെ പ്രീതരാക്കി ക്ഷണിക സുഖങ്ങളിൽ അഭിരമിക്കുന്നു. മനുഷ്യലോകത്ത് കർമ്മങ്ങൾക്കുണ്ടാവുന്നു ഫലസിദ്ധി എളുപ്പത്തിൽ. അങ്ങിനെ ഇന്ദ്രിയങ്ങൾ ബാഹ്യമാം ക്ഷണിക സുഖം തന്നു നമ്മെ വഴിതെറ്റിക്കുന്നു. വിഷയസുഖങ്ങൾക്കായി ആത്മവീര്യത്തെ വൃഥാ ചെലവാക്കിക്കളയുന്നു. ഇഹലോകത്ത് കർമ്മഫലമുടൻ ലഭിക്കുവാനായി മനുഷ്യലോകം ദേവതകളാം ഇന്ദ്രിയങ്ങളെ പ്രീതരാക്കി ക്ഷണിക സുഖങ്ങളിൽ അഭിരമിക്കുന്നു. മനുഷ്യലോകത്ത് കർമ്മങ്ങൾക്കുണ്ടാവുന്നു ഫലസിദ്ധി എളുപ്പത്തിൽ. അങ്ങിനെ ഇന്ദ്രിയങ്ങൾ ബാഹ്യമാം ക്ഷണിക സുഖം തന്നു നമ്മെ വഴിതെറ്റിക്കുന്നു. വിഷയസുഖങ്ങൾക്കായി ആത്മവീര്യത്തെ വൃഥാ ചിലവാക്കിക്കളയുന്നു.
ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യകർത്താരമവ്യയം. 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചു ഞാൻ ഗുണകർമ്മ സ്വഭാവാനുസാരത്തിൽ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ എന്നിങ്ങനെ 4 വിധം മനുഷ്യരെ. ഞാൻ ഇവരെയെല്ലാം സൃഷ്ടിച്ചുവെങ്കിലും തെല്ലുമില്ലെന്നിൽ അതിൻ കർത്തൃത്വം. എന്തെന്നാൽ എനിക്കില്ല വികാരങ്ങൾ മാറ്റങ്ങൾ ഒന്നിലും ആസക്തിയും. എല്ലാത്തിൻ്റെയും കർത്താവ് ഞാനെങ്കിലും ഞാൻ അകർത്താവാണെന്നറിയുക. സത്വരജ തമോ ഗുണങ്ങൾ ചേർന്നുണ്ടാവുന്ന വർണ്ണം കാണപ്പെടുന്നു വ്യതിരിക്തമായി ഒരേ വസ്തു കാലദേശാനുസാരം പല നാമരൂപങ്ങളിൽ. ത്രിഗുണങ്ങൾ പലയളവിൽ സംഘാതമായി ചേർന്നൊത്തു നിൽക്കയാൽ ഒരേ ജലം തന്നെ കാണുന്നു തിരയിലും നുരയിലും പതയിലും എന്ന പോൽ. 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചു ഞാൻ ഗുണകർമ്മ സ്വഭാവാനുസാരത്തിൽ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രരെന്നിങ്ങനെ 4 വിധം മനുഷ്യരെ. ഞാൻ ഇവരെയെല്ലാം സൃഷ്ടിച്ചുവെങ്കിലും തെല്ലുമില്ലെന്നിൽ അതിൻ കർത്തൃത്വം. എന്തെന്നാൽ എനിക്കില്ല വികാരങ്ങൾ മാറ്റങ്ങൾ ഒന്നിലും ആസക്തിയും. എല്ലാത്തിൻ്റെയും കർത്താവ് ഞാനെങ്കിലും ഞാൻ അകർത്താവാണെന്നറിയുക. സത്വരജസ്തമോ ഗുണങ്ങൾ ചേർന്നുണ്ടാവുന്ന വർണ്ണം കാണപ്പെടുന്നു വ്യതിരിക്തമായി ഒരേ വസ്തു കാലദേശാനുസാരം പല നാമരൂപങ്ങളിൽ. ത്രിഗുണങ്ങൾ പലയളവിൽ സംഘാതമായി ചേർന്നൊത്തു നിൽക്കയാൽ ഒരേ ജലം തന്നെ കാണുന്നു തിരയിലും നുരയിലും പതയിലുമെന്ന പോൽ. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർന സ ബധ്യതേ. നിത്യശുദ്ധൻ ഞാൻ, കർമ്മങ്ങൾ ബാധിക്കയില്ല എന്നെ അല്പവും. കർമ്മഫലത്തിൽ എനിക്കില്ല ആഗ്രഹമൊട്ടുമേ എന്നിങ്ങനെ എന്നെ അറിയുന്നവൻ ബന്ധിതനാവുന്നില്ല കർമ്മങ്ങളാൽ കർമ്മഫലങ്ങളാലും. പരിപൂർണനാണ് ഞാൻ, അതിനാൽ എനിക്കു നേടാനില്ല ഇനിയൊന്നുമേ. അപരിമേയമാം ആത്മസത്ത താനെന്നറിയുന്നവൻ ഞാൻ തന്നെയാകുന്നു. നിത്യശുദ്ധൻ ഞാൻ, കർമ്മങ്ങൾ ബാധിക്കയില്ല എന്നെ അല്പവും. കർമ്മഫലത്തിൽ എനിക്കില്ല ആഗ്രഹമൊട്ടുമേ എന്നിങ്ങനെ എന്നെ അറിയുന്നവൻ ബന്ധിതനാവുന്നില്ല കർമ്മങ്ങളാൽ കർമ്മഫലങ്ങളാലും. പരിപൂർണനാണ് ഞാൻ, അതിനാൽ എനിക്കു നേടാനില്ല ഇനിയൊന്നുമേ. അപരിമേയമാം ആത്മസത്ത താനെന്നറിയുന്നവൻ ഞാൻ തന്നെയാകുന്നു. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ ഗുരുകർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം. ഞാൻ കർത്താവല്ലെന്നുള്ളിൽ അറിഞ്ഞും കർമ്മഫലത്തിലില്ലെനിക്ക് ആസക്തിയെന്നു തിരിച്ചറിഞ്ഞും മുമുക്ഷുക്കൾ ശീലിപ്പൂ കർമ്മയോഗം. പൂർവസൂരികൾ പണ്ടേ ചെയ്തു പോന്നതാം കർമ്മത്തിൻ വഴിയുത്തമം. അതിനാൽ ചെയ്താലും നിൻ സ്വകർമ്മങ്ങൾ നമുക്കുമതു ശ്രേയസ്കരം. ഞാൻ കർത്താവല്ലെന്നുള്ളിൽ അറിഞ്ഞും കർമ്മഫലത്തിൽ എനിക്ക് ആസക്തി ഇല്ലെന്നു തിരിച്ചറിഞ്ഞും മുമുക്ഷുക്കൾ ശീലിപ്പൂ കർമ്മയോഗം. പൂർവസൂരികൾ പണ്ടേ ചെയ്തു പോന്നതാം കർമ്മത്തിൻ വഴിയുത്തമം. അതിനാൽ ചെയ്താലും നിൻ സ്വകർമ്മങ്ങൾ നമുക്കുമതു ശ്രേയസ്കരം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. ഇന്ന് 15 ശ്ലോകങ്ങൾ കൊണ്ട് നിർത്താം. ചേട്ടാ, സമയവും ആയല്ലോ. 15. അതെ, സാറ് വന്നോ? സാറ് വന്നിട്ടുണ്ട്.
സാറ് നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം സാർ. വളരെ വ്യാഖ്യാനിക്കേണ്ട ശ്ലോകങ്ങളാണ് കടന്നുപോയത്. വളരെയേറെ തെറ്റിദ്ധാരണകളും ഉണ്ടാക്കിയിട്ടുള്ള ശ്ലോകമാണ് നമ്മൾ വായിച്ചത്. ചാതുർവർണ്ണ്യം മായാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. അതിന്റെ ശരിയായ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാത്തതുകൊണ്ട് വന്നു പോയിരുന്ന പാകപ്പിഴകൾ. അത് മയാസൃഷ്ടം എന്നുള്ളത് വ്യാഖ്യാനിച്ചിടത്തേ അവിടെ ആ ഭൗഭൂതി പറയുന്നത് പോലെ ആവർത്ത ബുദ്ബുദ തരംഗമയാൻ വികാരാൻ, വെള്ളത്തിന്റെ വികാരങ്ങളാണ് ചുഴി, അതുപോലെ തിര, അതിലെ ബുദ്ബുദങ്ങൾ, നുരകളൊക്കെ എല്ലാം വെള്ളം തന്നെ. ആ ആശയം കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചാതുർവർണ്ണ്യം മയാസൃഷ്ടം എന്നുള്ളത് അവിടെ വ്യാഖ്യാനിച്ചത്. അതാണ് ഇതിനൊരു ഭാഷാനുവാദം, മലയാള ഭാഷ അനുവാദം എന്നല്ല ഇതിനെ പറയേണ്ടത്. ഇതൊരു വ്യാഖ്യാനപരമായിട്ടുള്ള ഒരു ഭാഷാന്തരീകരണം എന്ന് പറയാം. ഒരു വ്യാഖ്യാനമാണ്. ശരി, അത് വളരെ മനോഹരമായിരുന്നു. ഞാൻ പ്രത്യേകം അത് ശ്രദ്ധയിൽപ്പെട്ടത്, വളരെ കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് അതാണ്. അത് സാർ അന്ന് അതിനെപ്പറ്റി നമ്മള് ഒരു ചർച്ച ഉണ്ടായല്ലോ. അപ്പൊ അതിന്റെ ഒരു ബലവും കൂടി കിട്ടി എനിക്കിത്. ഒരേ ജലം തന്നെ കാണുന്നു നിരയിലും നുരയിലും പതയിലും തിരയിലും എന്നുള്ളതേ. അങ്ങനെ അപ്പൊ അത് സാറന്ന് പറഞ്ഞല്ലോ, ഈ മറ്റേ പുരുഷ സൂക്തത്തിൽ പറയുന്നതിന്റെ ആ ഒരു ജിസ്റ്റ് ഒന്ന് സാറ് പറഞ്ഞു തന്നായിരുന്നല്ലോ. അപ്പൊ അതാണ് ഇങ്ങനെ ആലോചിക്കാൻ ഒരു ഇത് കിട്ടിയത്. അത് മറ്റേ അങ്ങനെ ഒരു പ്രചാരമായ ഇതിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഈ ജലത്തെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇതിന്റെ അർത്ഥതല എത്ര വ്യാപിച്ചു കിടക്കുന്നതാണ് ഇതിന്റെ അർത്ഥം. ഇതൊന്നും ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അതെ അതെ, ശരി 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 സാർ. ഇന്ന് സ്വാമി ചിദാനന്ദയുടെ ഒരു ലെക്ചർ സീരീസ് ഇപ്പൊ ഇന്ന് 3-ാമത്തെ ദിവസം, വിവേക ചൂടാമണി. അപ്പൊ ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോവാണ്. അപ്പൊ ഞാൻ സാറിൻ്റെത് റെക്കോർഡ് ചെയ്തത് കേൾക്കലേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ ചേട്ടാ, ഞാൻ ഈ റെക്കോർഡിങ് നിർത്തുകയാണ് കേട്ടോ ചേട്ടാ. ഞാൻ മറ്റേ കാറിലിരുന്ന് കേൾക്കും അവിടം വരെ എത്തുന്ന വരെ. ശരി സാർ. ശരി സാർ. നമസ്കാരം.